മൃതസഞ്ജീവനി വിദ്യയാണോ മരുന്നാണോ മന്ത്രമാണോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ശുക്രാചാര്യർ ആണ് മൃതസഞ്ജീവനിയുടെ ഉപജ്ഞാതാവായി എല്ലാ പുരാണങ്ങളും ഉദ്ഘോഷിക്കുന്നത്. ശുക്രാചാര്യരെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് തന്നെയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ ഇവിടെ പരാമർശമായിട്ടുള്ള വിഷയം പുരാണങ്ങൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ചരിത്രത്തെ പുരാണത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ പറ്റാത്ത അത്ര കെട്ടുപിണച്ച് ഇട്ടിരിക്കുകയാണ്. അഭൂതപൂർവമായ ബുദ്ധിശക്തിയും വിവേചനബോധവുമുള്ള ആസ്വാദകർക്ക് അത് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നല്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും സാധാരണ മനുഷ്യരെ കുറിച്ചാണല്ലോ. ഈ സാഹചര്യത്തിൽ പുരാണങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രാചാര്യരെയും മൃതസഞ്ജീവനിയെയും പറ്റാവുന്ന അത്ര സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുരാണങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ സാധാരണക്കാരായ മനുഷ്യർ ഇതൊക്കെ കേൾക്കുവാനും അറിയുവാനുമായി ഉണ്ട് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും വിസ്മരിക്കുന്നു എന്നുള്ളത് സത്യസന്ധമായ അന്വേഷണത്തിൽ നിന്ന് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. നോക്കൂ, നമ്മുടെ പുരാണങ്ങൾ മുഴുവനും ഒരു പ്രത്യേക തരം രീതിയിലാണ്, പക്ഷപാതപരമായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൂലങ്കഷമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ അങ്ങനെയൊന്നുമല്ല പുരാണങ്ങൾ ആവേണ്ടിയിരുന്നത്. എന്ന് നോക്കൂ, നമ്മുടെ ഈ ശുക്രാചാര്യരെ പറ്റി നമുക്ക് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഒക്കെ ഉണ്ട് എന്നാണല്ലോ. ഇതിലൊന്ന് യഥാർത്ഥമായിട്ട് ശുക്രാചാര്യരെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരാണ് ശുക്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിന് ഉത്തരം കിട്ടുന്ന മാതിരിയാണ് അതിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അസുരഗുരു, അതാണ് ശുക്രാചാര്യരുടെ ബഹുമതിയായിട്ട് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. അസുരഗുരു എന്ന് പറയുന്നത് അത്ര വലിയ ബഹുമാനമായി കൊടുത്തിട്ടുള്ളതായിരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അല്ലെങ്കിൽ ഏതൊരു പുരാണ വായനക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണല്ലോ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ മനുഷ്യർ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ആ രണ്ടായി തരംതിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുതരം പക്ഷപാതപരമായിട്ടാണ് ഉയർന്നവരും താഴ്ന്നവരുമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അന്നുകാലത്ത് ആദ്യകാലങ്ങളിൽ പുരാതന മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്ത് ഉയർന്ന തലത്തിലുള്ള മനുഷ്യർ എന്ന് കാണിക്കുന്നതിന് ദേവന്മാർ എന്നാണ് സംബോധന ചെയ്തത്. താഴെക്കിടയിലുള്ള മനുഷ്യർക്ക്, ഈ മലമ്പണ്ടാരങ്ങൾക്കും തീരദേശവാസികൾക്കും അതുപോലെയുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചു പോയ ആൾക്കാരെ മുഴുവനും അസുരന്മാർ എന്ന ഒറ്റ പദം കൊണ്ട് വിവക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസുരന്മാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനകത്ത് ഓടിയെത്തുക ഒരു അശുഭ ചിന്തയോ
ഒരു വൈകൃതമോ ഒരു വൈകൃത ചിത്രമാണ് ഉണ്ടാവുക. അസുരൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കൈകളും എന്താ പറയണ്ടേ, ബീഭത്സമായ മുഖവും കറുത്തിരുണ്ട ശരീരവും, കുട്ടികളെയൊക്കെ ഭയപ്പെടുത്തുവാൻ നമ്മളിപ്പോൾ ചിത്രകഥകൾ മെനയുന്നത് പോലെയുള്ള രൂപങ്ങളുമൊക്കെയാണ്. ആ അസുരന്മാരുടെ ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണല്ലോ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശേഷണം കൊടുത്തതിൻ്റെ പിറകിലുണ്ടാകാമായിരുന്ന അല്ലെങ്കിൽ ഉള്ള വിവേചന ബുദ്ധി, താഴ്ത്തിക്കെട്ട്, പുച്ഛരസം അതിന്ന് വളരെ വ്യക്തമാകുന്നു. അതാണ് ഗുരുനാഥൻ എന്ന് പറയുന്ന ആ നല്ല വാക്കിനെ കൊണ്ടുപോയി അസുരന്മാരുടെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ എല്ലാ ക്രെഡിറ്റും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണല്ലോ ഉള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിനെപ്പറ്റി വല്ലാതെ വലുതാക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുരാണങ്ങൾ ശുക്രാചാര്യരെയും മൃതസഞ്ജീവിനിയെയും പറ്റാവുന്നതിൽ കൂടുതൽ താഴ്ത്തിക്കെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശുക്രനോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏത് പുരാണത്തിലായാലും, അത് വാമന പുരാണമായാലും ഞാൻ ഈ പുരാണങ്ങളുടെ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഒക്കെ ഉള്ളതിൽ ശുക്രനെ പറ്റി പരാമർശിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പുരാണങ്ങളിലൊക്കെയും ശുക്രൻ ഒരു നല്ല ഗുരുവായിട്ടാണോ സങ്കല്പിച്ചു വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ എന്തിനാണ് അസുരന്മാരുടെ ഗുരുവാക്കിയത്? ഒരു കാര്യം ഞാനിവിടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് ശുക്രനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയായി വന്നിരിക്കുകയാണ്. അന്ന് കാലത്ത് ശുക്രനെ അസുരന്മാരുടെ ഗുരുവാക്കി നിന്ദിച്ചപ്പോൾ അവർക്കാർക്കും മനസ്സിലായില്ല വരാൻ പോകുന്ന കാലം ശുക്രാചാര്യരുടേതായിരിക്കുമെന്ന്. വരാൻ പോകുന്ന കാലം താഴെ ചവിട്ടി മതിക്കപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ കാലമായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കാലം ഒരു സൈക്ലിംഗ് ആണ് എന്ന യാഥാർത്ഥ്യം അക്കാലത്തെ ഉന്നത കുലജാതർ എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ആ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. കാലത്തിൻ്റെ പരിക്രമം അങ്ങനെയാണ്. ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന തട്ട് കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഉയർന്നുയർന്ന് മേൽത്തട്ടിൽ എത്തിക്കഴിയും. ഇന്നിപ്പോൾ ശുക്രാചാര്യർ എന്ന് പറയുന്ന ആ മഹാവ്യക്തി അസുരഗുരുവായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്നത്, ആരാധിക്കുന്നത്, സ്വീകരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം, ആദ്യകാലങ്ങളിൽ ശുക്രനെ പോലെയുള്ള ഒരു മനുഷ്യനെ താഴ്ത്തിക്കെട്ടുവാൻ യാതൊരു സങ്കോചവും ഉന്നതന്മാർക്കുണ്ടായില്ല എന്നാണ്. അതാണ് ദേവാസുരൻ എന്ന് പറയുന്ന ആ വിവേചനത്തിൻ്റെ മാരകമായ വിഷം അതിലാണ് കിടക്കുന്നത്. മാരകമായ വിഷം അതിലാണ് കിടക്കുന്നത്. ശുക്രനെ ഒരു കാരണവശാലും ഉയർത്തിക്കൊണ്ടുവരുവാൻ പാടില്ല. ശുക്രൻ കണ്ടെത്തി എന്ന് പറയുന്ന ലോകോത്തരമായ ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അതും അതേപോലെ ഒന്നും വല്ലാതെയൊന്നും അറിയപ്പെടാൻ പാടില്ല. പക്ഷെ നിവൃത്തിയില്ല താനും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശുക്രനെ പോലെയുള്ള മഹാരഥന്മാർക്ക് മാത്രം അറിയാവുന്ന മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഈ സംഗതി ഹിമാലയ സാനുക്കളിൽ വളർന്നു നിൽക്കുന്ന പുല്ലുപോലെ വളർന്നു നിൽക്കുന്ന ചെടിയാണെന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടന്നത്. ആ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ കണ്ടു കഴിഞ്ഞു. രാമായണത്തിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ സാധിച്ച ഒരു ചെടി എന്ന് പറഞ്ഞുകൊണ്ട് അവരോധിച്ചത് കണ്ടല്ലോ നമ്മൾ. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയാണ് ആ സംഗതി നടത്തിയിരിക്കുന്നത് എന്നൊന്ന്
ചുഴിഞ്ഞ് ആലോചിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാകാവുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ അസുര ഗുരുവായ ശുക്രൻ മൃതസഞ്ജീവനിയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ അഭിമാനം കൊള്ളേണ്ടതില്ല എന്നാണ്. ഇത് ഹിമാലയസാനികൾ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അതാർക്ക് വേണമെങ്കിലും പോയി എടുത്ത് കൊണ്ടുവരാമല്ലോ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മരിച്ചു കിടക്കുന്നവരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും സാധിക്കും. പിന്നെ അസുര ഗുരുവായ ശുക്രന് എന്ത് പ്രത്യേകതയാണ് ഈ മൃതസഞ്ജീവനിയുമായി ഉള്ളത് എന്ന് വരുത്തി തീർക്കുവാനുള്ള വൃതാവണിയാണ് വാൽമീകി മുതലുള്ള എല്ലാ ആൾക്കാരും ചെയ്തു വെച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതൊരു കൽപ്പിത കഥയായി നിൽക്കുന്നു എന്ന് പിന്നീടുള്ള വായനക്കാർക്ക് മനസ്സിലാക്കിയെടുക്കും വലിയ ബുദ്ധിയൊന്നും വേണ്ട. മരിച്ചു കിടക്കുന്ന, പൂർണ്ണമായും മരിച്ചു കിടക്കുന്ന ആളെ ഒന്നുമേ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റില്ല. മൃതസഞ്ജീവനി മരിച്ചു കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അല്ലെങ്കിൽ എണീപ്പിക്കുന്ന വിദ്യയൊന്നുമല്ല. അത് അത്തരത്തിലുള്ള ലേപനവുമല്ല. മരിക്കാതെ കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലേഖനങ്ങളൊക്കെ പുരട്ടിയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ ഞാനിവിടെ പറയുന്ന മൃതസഞ്ജീവനി അത്തരത്തിലുള്ള ഒന്നല്ല കേട്ടോ. ഞാനിവിടെ പറയാൻ പോകുന്ന മൃതസഞ്ജീവനി ശുക്രൻ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൃതസഞ്ജീവനി അത്തരത്തിൽ ലേപനമോ അത്തരത്തിലുള്ളൊരു ഔഷധ കൂട്ടോ അല്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ആളുടെ ജീവിതകാലം നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മുടെ പുരാണങ്ങൾ ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാരെ പോലും താഴ്ത്തിക്കെട്ടുവാൻ മടി കാണിക്കാത്തവരായി ആയിരുന്നു. ശുക്രൻ ഏതോ കാരണങ്ങളാൽ ഉന്നതന്മാരുടെ കണ്ണിൽ വേണ്ടതുപോലെ ചിത്രണം ചെയ്യാതെ പോയതുകൊണ്ട് ശുക്രനെ അങ്ങ് താഴ്ത്തിക്കെട്ടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് വളരെ ഉന്നതന്മാരായുള്ള ആൾക്കാർ വിചാരിച്ചു വച്ചത്. അതാണ് ശുക്രനോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അതായത് ശുക്രൻ മനുഷ്യസ്നേഹിയും അങ്ങേയറ്റത്തെ പ്രപഞ്ചബോധമുള്ള ആളുമായിരുന്നു എന്നൊക്കെ മനസ്സിലായിട്ടും ശുക്രനെ ഒരു മന്ത്രവാദിയായി ആണ് ഉന്നതന്മാരായുള്ള പല ആൾക്കാരും കണക്കാക്കി വെച്ചത്. മാന്ത്രികനാണ് ശുക്രൻ എന്നാണല്ലോ, മാന്ത്രികൻ. അപ്പൊ ഈ മാന്ത്രികൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ മന്ത്രവാദത്തിന്റെ പൊരുള് എന്ന്. അല്ലെങ്കിൽ ഉന്നതന്മാരായുള്ള ആൾക്കാരെ ആരും മന്ത്രവാദി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനിക്കാറൊന്നുമില്ല. അത് ബഹുമാനിക്കും, അതൊരു തരം വേറെ ബഹുമാനമാണല്ലോ. നൂലെഴുതിക്കെട്ടലും ആലസ് എഴുതിക്കെട്ടലും അതുപോലെയുള്ള മന്ത്രവാദ ചരടുകളൊക്കെ ഉണ്ടാക്കി സമൂഹത്തിൽ വേറെ ഒരു രീതിയിൽ അറിയപ്പെടുന്ന ആളാക്കി മാറ്റി ശുക്രൻ അത്തരത്തിലുള്ള മന്ത്രവാദിയെയല്ല. അത് ഉറപ്പിക്കുവാൻ വേണ്ടി ശുക്രന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു വലിയ സംഭവം തന്നെ പറയുന്നുണ്ട്. ഒരു വലിയ സംഭവം തന്നെ പറയുന്നുണ്ട് ഈ പുരാണങ്ങൾ. എന്താണ് ആ വലിയ സംഭവം എന്ന് നമ്മൾ അധികം താമസിയാതെ തന്നെ കാണാൻ പോവാണ്. ആ സംഭവത്തിൽ നിന്നാണ് ശുക്രൻ എന്ന് പറയുന്ന മനുഷ്യൻ, ക്രാന്തദർശിയായ ഒരു മനുഷ്യൻ ഉദയം ചെയ്യുന്നത്. അവിടെ നിന്നാണ് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത, മറ്റാരുടെയും പ്രഭാവൈഭവം ചെന്നെത്തിയിട്ടില്ലാത്ത മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നത്. വിശദീകരിച്ചും തെളിച്ചും അടുത്ത പ്രഭാഷണങ്ങളിലൂടെ ഞാനത് വ്യക്തമാക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ പുരാണങ്ങളിൽ ശുക്രനെ അതുപോലെ തന്നെ ശുക്രൻ കണ്ടെത്തിയിട്ടുള്ള ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന സംഗതിയെയും ഏറ്റവും പറ്റാവുന്ന രീതിയിൽ അവഗണിച്ചിട്ടാണ് ഉന്നത വൃത്തങ്ങൾ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്.
പുരാണങ്ങൾ മുഴുവനും ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനെ തേജോവധം ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് പുരാണങ്ങൾക്ക് ശുക്രനോടും മൃതസഞ്ജീവിനിയോടുമൊക്കെ ഇത്രമാത്രം വൈരാഗ്യം എന്ന് ചോദിച്ചാൽ അത് ശുക്രനോട് മാത്രമല്ല, ശുക്രൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ അസുരവർഗത്തോട് മുഴുവനും അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് പുരാതന കാലത്ത് ഉന്നതന്മാർ കാത്തു സൂക്ഷിച്ചത്. ആ ഒറ്റ കാരണം കൊണ്ടാണല്ലോ ദേവാസുരന്മാർ എന്ന് പറയുന്ന രണ്ട് വിഭജനമുണ്ടായത് മനുഷ്യരിൽ. ചികഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ബാലിശമായ ഒരു ഡിവിഷനാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ബാലിശമായ ഒരു ബൈഫർക്കേഷനാണ് മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ദേവനും അസുരനും എന്നൊക്കെ പറയുന്നത് ഒരേ പൈതൃകത്തിൻ്റെ ഒരേ മാതൃത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ്. ഒരാൾ മൂത്തത് ഒരാൾ താഴെയുള്ളത് എന്നല്ലാതെ യാതൊരു വ്യത്യാസവുമില്ല. അതിൽ ഒരാളെ ദേവനും ഒരാളെ അസുരനുമാക്കി മാറ്റിയിട്ട് മനുഷ്യർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് നടത്തുന്ന, ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അസൂയ കൊണ്ടും വിദ്വേഷം കൊണ്ടും ഉണ്ടാക്കുന്ന കനൽ ഉണ്ടല്ലോ, ആ കനലിൻ്റെ ചൂടാണ് നമ്മുടെ പുരാണങ്ങൾ നിറയെ. ഇപ്പൊ പുരാണം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുക അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരിക, ദേവാസുര യുദ്ധങ്ങളെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് പുരാണങ്ങളധികവും എന്നാണ്. ദേവാസുര യുദ്ധങ്ങളെ അല്ലാതെ വേറെ പല കാര്യങ്ങളെക്കുറിച്ചും പുരാണങ്ങൾ പരാമർശിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവിടെയൊക്കെയും ദേവാസുര സങ്കല്പത്തിനും ആ ബൈഫർക്കേഷനും ആ വിവേചനമുണ്ടല്ലോ, അതിന് എപ്പോഴും എല്ലായിടത്തും സാധ്യത കൽപ്പിച്ചിട്ടാണ് പുരാണങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ പുരാണങ്ങൾ ദേവാസുരന്മാരായ മനുഷ്യരെ രണ്ടാക്കിയപ്പോൾ അനേക കാലത്തിൻ്റെ പ്രവാഹത്തിൽ പിന്നീട് ഇവിടെ സംഭവിച്ചത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. ആദ്യകാലങ്ങളിൽ ദേവാസുരന്മാർ എന്ന പേരിലാണ് മനുഷ്യരെ രണ്ടായി തിരിച്ചത്. എങ്കിലും കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം നാലായി തിരിക്കുന്ന ഒരവസ്ഥ വന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സങ്കുചിതമാവുകയാണ്. അതാണ് ചാതുർവർണ്ണ്യം. ഇന്ന് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിപത്ത് എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ദുര്യോഗങ്ങളാണ്. അതിനു മുമ്പ് ഭാരതത്തിലെ മനുഷ്യർ അനുഭവിച്ച ദുര്യോഗം എന്ന് പറയുന്നത് ദേവാസുര ബൈഫർക്കേഷനാണ്, വിഭജനമാണ്, അല്ലെങ്കിൽ വിവേചനം. ഈ ദേവാസുര വിവേചനത്തിൻ്റെ കാലത്താണ് ശുക്രനൊക്കെ ജനിച്ചു പോയത്. ചാതുർവർണ്ണത്തിൻ്റെ വ്യവസ്ഥ അത് വല്ലാതെ സമൂഹത്തിൽ പ്രചരിക്കുന്നതിന് മുൻപേ തന്നെ ശുക്രകാലം കഴിഞ്ഞു പോവുകയാണ്. അതാ നോക്കൂ, ഇങ്ങനെ സാധാരണ മനുഷ്യരെ തമ്മിൽ പല തരത്തിലും പല തട്ടുകളിലുമാക്കിയുള്ള നിരവധിയായിട്ടുള്ള കഥകളാണ് നമ്മുടെ പുരാണങ്ങളിലുള്ളത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പുരാണങ്ങൾ എഴുതപ്പെട്ടത് എന്നുകൂടെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. പുരാണങ്ങൾ ഏതെങ്കിലും കുറേ ആൾക്കാരുടെ, കുറേ എഴുത്തുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെട്ടിട്ടുള്ളതല്ല. ഒരു കവിക്ക്, ഒരു കഥാകൃത്തിന് ഇഷ്ടം പോലെ ഏതെങ്കിലും ഒന്നിനെ പറ്റി എഴുതുമ്പോൾ അത് പുരാണമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. നേരെ മറിച്ച് പുരാണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ വളരെ കുറച്ചു വാചകങ്ങളിൽ ഞാനൊന്ന് പറയാം, ശ്രുതികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ
സാധാരണക്കാരന് വ്യക്തമാകുവാൻ വേണ്ടിയാണ് പുരാണങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ശ്രുതി എന്ന് പറഞ്ഞ വേദങ്ങളാണ്. ഈ ശ്രുതി എന്നുള്ള പേര് ഈ വേദങ്ങൾക്ക് വരാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും പറയട്ടെ, ശ്രുതി എന്ന് പറയുന്ന വേദങ്ങൾ കേട്ടതാണ് എന്നാണ്. ശ്രുതികൾ കേട്ടതാണ്, എഴുതിയവയല്ല എന്നാണ്. അതാണ് ശ്രുതികൾ അപൗരുഷേയമാണ് എന്ന് പറയുന്നതിൻ്റെ പിറകിലുള്ള കാര്യം. അപൗരുഷേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേന കൊണ്ട് എഴുതിയതല്ല, നാരായം കൊണ്ട് എഴുതിയതല്ല, മറിച്ച് ചെവി കൊണ്ട് കേട്ടതാണ്. അത് എവിടെ നിന്ന് കേട്ടു? ആര് കേൾപ്പിച്ചു? ഇമാതിരി കാര്യങ്ങളൊക്കെ അതിൻ്റെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. എന്നാലും ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിരിക്കുക ഉന്നത വൃത്തങ്ങളിൽ നിന്നായിരിക്കും, പ്രപഞ്ച സൃഷ്ടാക്കളിൽ നിന്നായിരിക്കും. അല്ലാതെ വഴിയെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ചണ്ടയും പിടിച്ചു നിൽക്കുന്നവർ പറയുന്നതല്ല ഈ കേട്ടത്. അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള 2-3 ആൾക്കാർ തമ്മിൽ പറയുന്ന കാര്യങ്ങളിലല്ല ഈ കേട്ടത്. മറിച്ച് പ്രപഞ്ച സൃഷ്ടാക്കൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന, പ്രപഞ്ചാധീശന്മാർ എന്ന് വിശ്വസിക്കപ്പെടുന്ന അപൂർവ തേജസ്സുകളിൽ നിന്ന് പ്രവഹിക്കുന്നതാണ് ഈ ശ്രുതികൾ. അപ്പൊ അത് കേട്ടതാണ്, അപൗരുഷേയമാണ്, അതൊന്നും എഴുതിയിട്ടുള്ളതല്ല, എഴുതായിട്ട് പറ്റൂല എന്നാണ് പല പണ്ഡിതന്മാരും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഡോക്ടർ NVP ഉണിത്തിരി എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഒരു പ്രൊഫസർ ശ്രുതികൾ അപൗരുഷേയമാണ് അല്ലെങ്കിൽ കേട്ടതാണ് എന്നതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു ചെറു കമൻറ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുക മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശ്രുതികൾ കേട്ടതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലത്ത് ലിപി വേണ്ടതുപോലെ ഉറച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഈ എഴുതുന്ന അല്ലെങ്കിൽ കേട്ട ആളിൻ്റെ അപ്പുറത്തുള്ളവർക്കും പ്രത്യേകമായ ലിപിയൊന്നും വശമായിരുന്നില്ല. അപ്പം ലിപിയുടെ അപര്യാപ്തതയാണ് ഈ എഴുതുവാനുള്ള പ്രശ്നം ഉത്ഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ എഴുതിയ ആൾ തന്നെ കേട്ടാവാനേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അതിൻ്റെ പിറകിൽ മറ്റൊരു വലിയ മനഃശാസ്ത്ര ബോധവും കൂടിയുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തമമായ കവിത, ഉദാത്തമായ കവിത ആരും ഉണ്ടാക്കിയതല്ല, അതുണ്ടാവുന്നതാണ് എന്നാണ്. അതുണ്ടാവുന്നതാണ്, അത് മനസ്സിൽ നിന്ന് ചാടി വീഴന്നെയാണ്, വെള്ളച്ചാട്ടം പോലെ വരുന്നതാണ്. അല്ലാണ്ട് അതിൽ ഓരോ വാക്കും ഓരോ വാചകവും കവി ഇങ്ങനെ ആലോചിച്ച് വെച്ച് വരുന്നതല്ല. പ്രത്യേകിച്ച് ശ്രുതികൾ. ശ്രുതി ആദ്യ കാവ്യമാണ്. ആദ്യ കവികൾക്ക് ഇതേപോലെയുള്ള പാണ്ഡിത്യം ഒന്നും ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള പാണ്ഡിത്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ വലിയ പണ്ഡിതന്മാരായിരുന്നു. അത് പ്രപഞ്ചം മനസ്സിലാക്കി, പ്രപഞ്ചത്തെ അന്വേഷിച്ച്, പ്രപഞ്ചത്തിൻ്റെ അത്ഭുതകരമായുള്ള പ്രവണതകളെ മനസ്സിലാക്കിയെടുക്കുവാനുള്ള അതുല്യമായ കപ്പാസിറ്റി കൊണ്ടാണ് അവർ പണ്ഡിതന്മാരായിരുന്നത്. അവർ പണ്ഡിതന്മാർ തന്നെ, അതിന് സംശയമില്ല. മാത്രമല്ല, ഉദാത്തമായ കവിതയാണ് അവർ ഈ ശ്രുതി എന്ന് പറയുന്നതിലൂടെ നിർമ്മിച്ചത്. അപ്പോൾ ഉദാത്തമായ കവിത എന്ന് പറയുന്നത് വലിയ വലിയ കവികളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചിട്ടുള്ളതല്ല, അതങ്ങ് വന്നത് തന്നെയാണ്. ഈ വില്യം വേർഡ്സ്വർത്ത് പറയുന്നത് പോലെയുള്ള ഒരു ഡെഫിനിഷൻ അതിന് ബാധകമാണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റികളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. പിന്നീട് ഓർമ്മിച്ച് പുറത്തേക്ക് ചാടുകയാണ്. അല്ലാണ്ട് ഓരോ വാക്കും എഴുതിയുണ്ടാക്കി ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. സെലക്റ്റഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതുന്ന കവിക്ക് താൻ എഴുതിയതിനേക്കാൾ പുറത്ത് താൻ കേട്ടതാണ് എന്ന് തോന്നുക സ്വാഭാവികമാണ്. മാത്രവുമല്ല, ഇതൊരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. ഒരു കവി ഇരുന്ന് എഴുതുമ്പോൾ എത്ര വാചകങ്ങളായാലും എഴുതിയെന്നോ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞുവെന്നോ അയാൾക്ക്
അത്ര പെട്ടെന്നൊന്നും പിടികിട്ടുകയില്ല, അറിയാതെ ഇങ്ങനെ വന്നു എന്ന് പറയണത് കേട്ടിട്ടില്ലേ? മാത്രമല്ല, കവി സംസാരിക്കുന്നത് സ്വന്തം മനസ്സിനോട് തന്നെയാണ്. സ്വന്തം മനസ്സിനോട് തന്നെയാണ്. ആ മനഃശാസ്ത്രപരമായ രീതിയിൽ നോക്കുമ്പോൾ കവിത ഒക്കെയും കേട്ടത് തന്നെ. നല്ലൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏത് ഡിക്ഷനും അയാളുടെ മസ്തിഷ്കത്തിൽ ജ്വലിച്ചു വരുന്ന സംഗതിക്ക് അപ്പുറത്ത് പ്രപഞ്ച രഹസ്യത്തെ അതീന്ദ്രിയ ശക്തികളെ കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയുണ്ട്. ആ അത്ഭുതകരമായ പ്രതിഭാസമാണ് ഈ ശ്രുതി എഴുതിയിട്ടുള്ള ആൾക്കാരെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രുതി എഴുതി എന്ന് പറയുന്ന ഋഷിമാരാരും എന്താ പറയേണ്ടത്, ഇല്ലാത്തത് പറഞ്ഞു എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് മാത്രം. അക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഡോക്ടർ NVP ഉണിത്തിരി പ്രൊഫസർ പറഞ്ഞ ഒരു സംഗതി മുന്നോട്ട് വയ്ക്കുന്നു. നോക്കൂ, നമ്മുടെ ഈ പുരാണങ്ങൾ എന്തിനാണ് എഴുതപ്പെട്ടത് എന്നുകൂടെ നമ്മൾ അറിയണം. ശ്രുതി നമുക്ക് കിട്ടി. അപ്പോഴൊരു പ്രശ്നം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രുതികൾ വേണ്ടതുപോലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഒരു കുറ്റം പറയാൻ പറ്റില്ല, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും അക്ഷരത്തിനെ പറ്റി വല്ല ബോധം ഉണ്ടായിരുന്നുവോ? ഉന്നതന്മാരായുള്ള ആൾക്കാർ, അവർക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും അക്ഷരാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരെ പറ്റി അല്ല പറയുന്നത്. ഈ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, പാടത്ത് പണിയെടുക്കുകയും തെങ്ങിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് കയറി തേങ്ങയിടുകയും അങ്ങനെ ജീവിച്ചു പോയ ഈ സാധാരണ മനുഷ്യർക്ക് ഈ ശ്രുതികളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തു മനസ്സിലാവാനാണ്? അപ്പം അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതികളെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് എക്സ്പ്ലനേറ്ററി നോട്ട്സ് എന്ന് പറയാവുന്ന രീതിയിൽ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും എഴുതപ്പെട്ടു. പക്ഷേ ഈ ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഒക്കെ എഴുതപ്പെട്ടുവെങ്കിൽ തന്നെയും അവയൊക്കെയും സാധാരണ ആൾക്കാർക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കരുത്. ഏതാണ്ട് നല്ലതുപോലെയുള്ള ദുരൂഹത അവിടെയും സംഭവിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് ശ്രുതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള സംഗതികൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ കഥാരൂപത്തിൽ എഴുതപ്പെടുകയാണ്. അപ്പൊ കഥാരൂപത്തിലാകുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. വല്ലാത്ത ഗഹനമായ ഭാഷകൾ ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ശ്രുതികളുടെ അകത്ത് ഉള്ള അസ്പഷ്ടമായ കാര്യങ്ങൾ സ്പഷ്ടമാക്കുവാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. പുരാണങ്ങൾ ഒരിക്കലും എഴുതിയ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഥകളെ അല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ്. പിന്നെ എന്താണ് അവര് സംക്ഷിപ്തമാക്കിയിട്ടുള്ളത് കഥാരൂപത്തിൽ? ശ്രുതികളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അസ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ കഥാരൂപത്തിലാക്കിയാണ് ഈ പുരാണങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ പുരാണത്തിൽ മറ്റൊരു പ്രതിപാദ്യം ഇല്ല ഈ ശ്രുതികൾക്ക് അപ്പുറത്ത് ആയിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ്. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും ശ്രുതിയും മനസ്സിലാവും. കാരണം ശ്രുതിയുടെ ഭാഷ്യമായിട്ടുള്ള പുരാണങ്ങൾ മനസ്സിലാവുകയാണല്ലോ. പുരാണങ്ങൾ സാധാരണ ഏതൊരാൾക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുരാണങ്ങൾ മനസ്സിലാവായില്ല, പക്ഷെ ധാരാളം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പുരാണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പുരാണങ്ങൾ നിറയെ പ്രക്ഷിപ്തങ്ങളായി. പ്രക്ഷിപ്തങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ആൾക്കാർക്ക് നല്ല നിശ്ചയമാണല്ലോ. മഹാഭാരതം 25,000 ശ്ലോകങ്ങൾ മാത്രമുണ്ടായിരുന്ന മഹാഭാരതത്തിന് ഇന്ന് നമുക്ക് 1,25,000 ശ്ലോകങ്ങളായി കിട്ടിയിരിക്കുകയാണ്. അതിലെപ്പോഴൊക്കെ വേദവ്യാസൻ എന്ന് പറയുന്ന മഹാകവി പിന്നീട് ആഡ് ചെയ്തു എന്നുള്ളതൊന്നും വല്ലാതെ ആർക്കും അറിയാത്ത മാതിരിയാണ്. എങ്കിലും മഹാഭാരതത്തിൻ്റെ മുതൽക്കൂട്ടായിട്ടാണ് ഈ 1,25,000 ശ്ലോകങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരാണങ്ങൾക്കും അത്തരത്തിലുള്ള പ്രശ്നം വന്നു. സാധാരണ ആൾക്കാർക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അവരുടേതായുള്ള പല പല കഥകളും അവർ ഈ പുരാണത്തിൽ ഏച്ചു കെട്ടി ഇന്നിപ്പോൾ പുരാണങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാളൊക്കെ എത്രയോ എത്രയോ ഇരട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അത് വികൃതമാക്കുവാനുള്ള വൈതാളികന്മാർ ധാരാളമുണ്ടല്ലോ. പുരാണങ്ങൾ സാധാരണക്കാരന് മനസ്സിലാവുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരന് അങ്ങനെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നായി മറ്റു പല ആൾക്കാർക്കും. പുരാണങ്ങളുടെ ജന്മികൾ ഞങ്ങളാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഏകഛത്രാധിപതികൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അവരുടെ മുമ്പിൽ സാധാരണക്കാരൻ പുരാണം പ്രസംഗിക്കുമ്പോൾ, പുരാണ സംബന്ധമായ കഥകളെ ഇലസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നിൽക്കപ്പെടുന്നില്ല, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിൽ ധാരാളം ക്ലാഷ് ഉണ്ടാകുന്നു. നിസ്സാരപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് പുരാണങ്ങൾ ഇന്നത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ നല്ല അങ്കപ്പോര് നടക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട്. നമുക്കൊരു കാര്യം കൂടെ ആക്കുമ്പോൾ ശരിയാവും. ഏതൊരു ചെറിയ കാര്യത്തിനെയും പറ്റിയും നമ്മുടെ ആൾക്കാർ ഗീതയെയും അതേപോലെയുള്ള ഉന്നതങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളെയും കോട്ട് ചെയ്യുന്നത് കേൾക്കാം. താൻ പിടിച്ച മുയലിന് 2-4 ചെവിയോ മറ്റു ചെവി, അങ്ങനെയല്ലേ പറയാം. അതുണ്ടേ ഒന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ഗീതയെയും അതുപോലെ തന്നെ മഹാപുരാണങ്ങളെയും ഒക്കെ വേദങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവനവൻ്റെ കഴിവ് പ്രകടിപ്പിക്കുകയും താനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള അറിവുള്ള ആൾ പുരാണത്തിൽ പ്രത്യേകിച്ചും എന്ന് വരുത്തി തീർക്കുന്ന കുറെ പ്രമാണികൾ ഈ പുരാണങ്ങളെ ഭരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശുക്രാചാര്യരെ പോലെയുള്ള പല ആൾക്കാർ താഴ്ത്തി കെട്ടപ്പെട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ശുക്രാചാര്യരുടെ മൃതസഞ്ജീവിനി എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കി കൊടുക്കുവാനോ ഇവർക്ക് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അവരൊക്കെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ശുക്രാചാര്യർ എന്ന് പറയുന്ന ആള് അസുര ഗുരുവാണ്. അസുര ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര നല്ല കാര്യം ചെയ്താലും അങ്ങനെയൊന്നും പുകഴ്ത്തേണ്ടതില്ല എന്നൊക്കെ പിടിച്ചു വെച്ച് ബഹുമാനിക്കുകയായിരുന്നു. പക്ഷെ ശുക്രൻ എന്ന് പറയുന്ന അതുല്യ പ്രഭാവനായ മനുഷ്യൻ ഇത്തരത്തിലുള്ള സങ്കുചിത ഭാവനകളെ മുഴുവനും തട്ടിത്തെറിപ്പിച്ച് തൻ്റെ കാലഘട്ടത്തിലെ സമൂഹത്തിലെ മനുഷ്യരോട് അന്നേ വരെ ജീവിച്ച ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്ര അർപ്പണബോധം പ്രകടിപ്പിക്കുകയാണ്. ആ അർപ്പണബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെയൊക്കെ ക്രൂരത കൊണ്ട് മരണത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സാധാരണ മനുഷ്യര് മൃതിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാംഗം മരിച്ചുപോയി എന്നല്ല കേട്ടോ. അത് ശുക്രനെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതെന്ത് പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്? അത് മരുന്നാണോ? അത് ഹിമാലയ സാനുക്കളിൽ വളർന്നു നിൽക്കുന്ന മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ആ ചെടി അത് പിഴിഞ്ഞെടുത്തുള്ള നീര് തേച്ച് പിടിപ്പിക്കലാണോ? അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ലേപനമായിരുന്നു? ഒന്നുമായിരുന്നില്ല. അതെന്ത് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മളുടെ ഒരു ആവശ്യമായി നിൽക്കുകയാണ്. ആ കാര്യം മനസ്സിലാക്കി എടുക്കുവാൻ ഒറ്റ വാക്കുകൊണ്ട് ഉത്തരം തന്നാൽ പെട്ടെന്ന് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. അപ്പോ ആ സംഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുൻപ് ശുക്രൻ ഏത് കാലത്താണ് ജീവിച്ചത്? എന്തുകൊണ്ടാണ് ശുക്രന് ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഈ സംഗതി കണ്ടെത്തേണ്ടി വന്നത്?
മഹാ കണ്ടെത്തലുകളൊക്കെ ഈ സംഭവിച്ചിട്ടുള്ളത് ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് അറിയാത്തവരാരുമില്ലല്ലോ. അത്തരത്തിലുള്ള കാലത്തിൻ്റെ ഒരു ആവശ്യം ശുക്രാചാര്യരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതാ ഈ അസുര ഗുരുവായ ശുക്രാചാര്യർക്ക് മാത്രമേ തൻ്റെ രാജ്യത്ത് ദയനീയമായ ദുഃഖം അനുഭവിച്ചു കഴിയുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കിവിടെ അറിയേണ്ടത് ഈ പുരാണങ്ങളിൽ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ശുക്രനെ എങ്ങനെയാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക. അപ്പൊ ശുക്രൻ എന്ന് പറയുന്ന ഒരു പുരാണ കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു പ്രാചീനനായ അമാനുഷിക പ്രഭാവം കൊണ്ട് നടക്കുന്ന, അതായത് അസുര ഗുരുവാണ്, സാധാരണ മനുഷ്യനെ അല്ല എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ പ്രാന്തവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ചരിത്ര യാഥാർത്ഥ്യം കൊണ്ട് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ശുക്രൻ എന്ന് പറയുന്ന ഗുരു യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെ എന്ന് ബോധ്യം വരിക. ആ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിലൂടെ ആവാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ചരിത്രത്തെ ഇങ്ങനെ തമസ്കരിച്ചിട്ട് നമ്മുടെ പുരാണങ്ങൾ പല ആൾക്കാരും കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചരിത്ര യാഥാർത്ഥ്യത്തെ വിസ്മരിക്കുകയും ഇല്ലാത്ത പുരാണ കാര്യങ്ങളെ പർവ്വതീകരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് തന്നെ ദോഷം വരുത്തുന്ന രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ അടുത്ത കാലത്ത് വളരെ ക്ലിയറായിട്ട് സംഭവിച്ച ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ, ചരിത്രം എന്ന് പറയുന്നത് പുരാണത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവും. മാനവ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടത്, പുരാണങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെ, മനുഷ്യ പുരോഗതിക്ക് അത്യന്താപേക്ഷിതം തന്നെ എന്ന് മനസ്സിലാവുകയും ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളിലൂടെയാകാം കേൾക്കാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരുമല്ലോ.